പരിശുദ്ധ പരമദിവ്യകാനീശോയ്ക്ക് അല്പം കൂടി സ്വരം ഉയർത്തി തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് അപ്പമായി തീർന്ന് അപ്പത്തിന്റെ രൂപത്തിൽ അൾത്താരയിൽ എഴുന്നിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാനീശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാനീശോയ്ക്ക് നമുക്ക് വേണ്ടി വിശുദ്ധ ബലിയർപ്പിച്ച് കൈവപ്പ് ശുശ്രൂഷ അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മറ്റെല്ലാ വൈദികരെയും സംബന്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആലയം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ബലിയർപ്പിച്ച് കടന്നുപോയ എല്ലാ മക്കളെ, എല്ലാ വൈദികരെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഹെബ്രായർക്കാർക്ക് ലേഖനം 5:1 വായിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് ഒരു പുരോഹിതനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെയൊക്കെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് പുരോഹിതൻ ബലിയർപ്പിക്കുന്നത്. അതുകൊണ്ട് ആ പുരോഹിതന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരായിരിക്കുന്നു. നമുക്ക് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ബലിയർപ്പിച്ച് കയ്യൊപ്പ് ശുശ്രൂഷ നടത്തിയ അച്ഛനെയും അതുപോലെ എല്ലാ വൈദികരെയും നമ്മുടെ വികാരിച്ചനെയൊക്കെ ഓർത്ത് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ, അതിനെ തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വൈദികരെയും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ചങ്ങനാശ്ശേരി രൂപതയുടെ പിതാവ് തറയിൽ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദിക കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ICCയിലെ ഞങ്ങളുടെ വൈദിക കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ അത്ഭുതങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ അഭിഷേകം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 2-ാം തിരുവചനം വായിക്കുന്നു. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടായിരിക്കരുത്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവേ ഉള്ളൂ. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്നേഹിക്കേണ്ടത് എല്ലാ വ്യക്തികളെക്കാൾ ഉപരിയാണ്, എല്ലാ വസ്തുക്കളെക്കാൾ ഉപരിയാണ്, നമ്മുടെ ജീവനേക്കാൾ ഉപരിയാണ്. നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ കർത്താവിനെ സ്നേഹിക്കാം. സാധിക്കും. ഈ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഒച്ചയിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അല്പം കൂടി സ്വരം മതി. കർത്താവായ ഈശോയെ, ദിവ്യകാരുണ്യനാഥ, ഞാനങ്ങേ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ യേശുവേ ഞാനങ്ങേ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് രക്ഷകനും നാഥനുമായി കടന്നു വരണമേ. എല്ലാ വ്യക്തികളെക്കാൾ ഉപരിയായി യേശുവേ ഞാനങ്ങേ സ്നേഹിക്കുന്നു. എൻ്റെ എല്ലാ വസ്തുക്കളെക്കാൾ ഉപരിയായി യേശുവേ ഞാനങ്ങേ സ്നേഹിക്കുന്നു. എൻ്റെ ജീവനേക്കാൾ ഉപരിയായി യേശുവേ ഞാനങ്ങേ സ്നേഹിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങേ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് അരുളി ചെയ്ത യേശുനാമമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, എല്ലാ ശാപങ്ങളിൽ നിന്നും, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും, എല്ലാ പൈശാചിക ബന്ധനത്തിൽ നിന്നും ഞങ്ങളെ വിടിവിക്കണമേ, ഞങ്ങളെ വിടിവിക്കണമേ. കർത്താവ്
കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളിലുള്ള അന്ധവിശ്വാസം, അല്പവിശ്വാസം, അവിശ്വാസം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ യേശുവേ. അങ്ങയിലും സഭയിലും ഉദാശകളിലും അടിയുറച്ച വിശ്വാസം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി അന്ധനായ മനുഷ്യൻ വിളിച്ചു പ്രാർത്ഥിച്ചു, ദാവീദിന്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ. ആ സ്വരം കേട്ട് യേശു നിന്നു. യേശു പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നു നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, ഇതാ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിനക്ക് കാഴ്ച ലഭിക്കട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി അതിരം തുറന്ന് ഒറ്റ വിളി വിളിക്കുന്നു, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ ശക്തിയോടെ അതിരം തുറന്ന് വിളിക്കുന്നു, ഹൃദയം നുറുങ്ങി വിളിക്കുന്നു, മനമൊരുക്കി വിളിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ചങ്ക് പൊട്ടി വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ നോക്കി ശക്തിയോടെ ദൈവം തന്ന കരങ്ങൾ, ദൈവം തന്ന ശബ്ദം, ദൈവം തന്ന ശരീരം, അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കരങ്ങളടിച്ച് കാല് മാറ്റി ചവിട്ടി ശരീരം നന്നായി ഇളക്കി നന്നായി കരങ്ങളടിച്ച് ഈശോയെ നോക്കി കരങ്ങളടിച്ച് ആരാധിക്കുന്നു. വലിയ വിടുതലിൻ്റെ നിമിഷങ്ങളാ. കെട്ടുകൾ അഴിയും. ഒരു കാല് മാറ്റി ചവിട്ടി ശരീരം നന്നായി ഇളക്കുക. കാലിൻ്റെ മുട്ടിൻ്റെ വേദന, കാലിൻ്റെ മരപ്പ്, യോയിൻ്റുകൾക്കുള്ള വേദന, ശരീരത്തിൻ്റെ വേദനയെല്ലാം മാറട്ടെ. ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന എല്ലാ രോഗത്തിൻ്റെ കെട്ടുകൾ വഴിയട്ടെ. യേശുവേ, യേശുവിനെ സ്തുതിക്കാവൻ യോഗ്യൻ. പുകഴ്ത്തിയിടാം, പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളി. സ്തുതിച്ചിടാം, സ്തുതിക്കാവൻ. ഇരു കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധിക്കാം യേശുവിനെ. അധികാരമുള്ളവനെ, യേശുവിനെ, അധികാരമുള്ളവനെ ആരാധിക്കുന്നേ, ജീവനുള്ളവനെ ആരാധിക്കുന്നേ. മരിച്ചുപോയ ദൈവത്തെ അല്ല, ഇന്നും ജീവിക്കുന്ന കർത്താവ്, ദിവ്യകാലത്ത് ജീവനായി എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ ആരാധിക്കട്ടെ. കടുത്ത അലസത, മടി കർത്താവേ ഇപ്പൊ തന്നെ നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം വായിക്കുവാനും കൂദാശയുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ വിശ്വാസം ഞങ്ങൾക്ക് വീണ്ടും തരണമേ കർത്താവേ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ഉയർത്തിയടിച്ച ഉള്ളവനെ, ഇരു കരങ്ങൾ ഉയർത്തിയടിച്ച ശക്തിയോടെ സ്വരമുയർത്തി ആരാധിക്കുന്നു. അവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലുന്നതനെ. കരങ്ങളെ വീശി ഹല്ലേലൂയ പാടി എല്ലാ നാവുകളും കർത്താവിന്റെ നാമം വിളിക്കട്ടെ. എല്ലാവരും കർത്താവിൽ ആനന്ദിച്ച് ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, യേശുവേ. ചങ്ക് പൊട്ടി വിളിക്കണം, ഹൃദയം നുറുങ്ങി വിളിക്കണം. മൈക്കിന്റെ ശബ്ദം കേൾക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, നിന്റെ ശബ്ദം കേൾക്കാനാ. നീ ഹൃദയം തുറങ്ങിയാൽ ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്ന നിമിഷങ്ങളാ. വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഗ്ലോറിയ, 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 ഗ്ലോറിയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാന്ത ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാന്ത ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാന്ത ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമായി സ്വസ്ഥാനങ്ങളിരിക്കാം. കണ്ണുകൾ തുറന്നു ദിവ്യഗാനത്തിലേക്ക് നോക്കുക. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35-ാം തിരുവചനം കടന്നു പോകും. ജെറീക്കോയിലൂടെ കടന്നു പോകുന്ന ഈശോയെ നമ്മൾ കാണുന്നു. ഒരന്ധനായ മനുഷ്യൻ വഴിയേരിപ്പുണ്ട്. ജനങ്ങൾ കടന്നു പോകുന്നു കണ്ടപ്പോൾ അവന് മനസ്സിലായി യേശുവാണ് കടന്നു പോകുന്നത്. അവൻ വിളിച്ചു പ്രാർത്ഥിച്ചു, ദാവീദിൻ്റെ പുത്രാ യേശുവേ, എന്നെ കനിയണമേ. കൂടെ നിന്ന് ജനം പറയും മിണ്ടാതിരിക്കുവാൻ. അവൻ അതിഉച്ചത്തിൽ നിലവിളിച്ചു എന്നാ ബൈബിൾ പഠിപ്പിക്കുക. യേശുവേ, എന്നെ കനിയണമേ. അസ്വരം കേട്ട് യേശു നിന്നു. യേശു പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. യേശുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ യേശുവിനോട് ചോദിക്കുന്നൊരു വാക്കുണ്ട്, ഞാൻ നിനക്കെന്ത് ചെയ്തു വരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച വേണ്ടി കിട്ടണം. കർത്താവ് പറഞ്ഞു, നിനക്ക് കാഴ്ച ലഭിക്കട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യേശു ബൈബിളുടനീളം വിശ്വാസം വർദ്ധിച്ചിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കണ്ടോ? ഒരന്ധനായ മനുഷ്യൻ്റെ ഒരു കുഷ്ഠരോഗിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ യേശു ചോദിച്ചു, എനിക്ക് നിന്നെ സുഖപ്പെടുത്താൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നു? അവൻ പറഞ്ഞു, ഓ കർത്താവേ. യോഹന്നാൻ 11:40 മർത്തായോട് കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇന്നും ദൈവമക്കൾക്ക് ഈ ദിവ്യഗാനത്തിൽ ഈശോ ഉണ്ടോ എന്ന് പോലും വിശ്വാസത്തിൻ്റെ രാഗിത്യമുണ്ട്. അതുകൊണ്ടാണ് ഈശോ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ വിശ്വാസരാഗത്തെ കുറ്റപ്പെടുത്തി. നിയമാവർത്തന പുസ്തകം 4:7 വായിക്കുന്നു, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ഇത്രയും അടുത്തിരിക്കുന്ന ദൈവം വേറെ ഏത് ശ്രേഷ്ഠ ജനതയ്ക്കുള്ളേ? ഒരു ജാതിക്കുമില്ല, ഒരു മതത്തിനുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടല്ലേ ഈശോ പഠിപ്പിച്ചത് മത്തായി 18:20, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൊണ്ട് മധ്യേ ഞാനുണ്ടായിരിക്കും. ആരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നു അവിടെ മധ്യേ ഞാനുണ്ട്. യോഹന്നാൻ 14:6 ഈശോ പഠിപ്പിച്ചു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഹെബ്രായർക്ക് 13:8 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. ജീവിക്കുന്ന ദൈവത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വസിക്കുന്നത്. മരിച്ചു 3-ാം നാൾ ഉയർത്ത് എന്നും ജീവിക്കുന്നു. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന കർത്താവ്. പക്ഷേ നമ്മൾ വിളിക്കേണ്ടതുപോലെയാണോ വിളിക്കുന്നത്? നമുക്കൊന്ന് സ്തുതിക്കാൻ പറഞ്ഞാൽ, കൈ ഉയർത്താൻ പറഞ്ഞാൽ നമുക്കൊക്കെ മടിയാ പ്രിയപ്പെട്ടവരെ. കൂടുകാലത്തൊക്കെ നമ്മൾ തളർന്നു കിടന്ന് ഒന്ന് കൈ ഉയർത്താൻ പറ്റാതെ, ഒന്ന് സംസാരിക്കാൻ പറ്റാതെ ഞാനും കിടന്നിരുന്നു കൂട് പിടിച്ച് 10-24 ദിവസം. നമ്മുടെ നാവും കൈയൊക്കെ തളർന്നു പോയിട്ട് നമുക്ക് കരങ്ങൾ ഉയർത്താൻ പറ്റത്തില്ല. ആരോഗ്യമുള്ളപ്പോഴാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. പ്രഭാഷകൻ 17:28 മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാ കർത്താവിനെ സ്തുതിക്കുന്നത്. ആരോഗ്യമുള്ളപ്പോഴേ നമ്മൾ കരങ്ങൾ ഉയർത്താവുള്ളൂ. ആരോഗ്യമുള്ളപ്പോഴേ നമ്മൾ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. തളർന്നു പോയാൽ നമുക്ക് കരങ്ങൾ ഉയർത്താൻ പറ്റത്തില്ല. ശബ്ദമടഞ്ഞു പോയാൽ ഒരുപാട് മക്കൾ ശബ്ദമടഞ്ഞ് നാവ് പുഴുത്തു കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. പലപ്പോഴും വൈദികർ പറയുമായിരുന്നു, ഒന്ന് സ്തുതിക്ക്, ഒന്ന് കരങ്ങൾ ഉയർത്ത്.
ഇനി കരങ്ങൾ ഉയർത്തിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കാം. ആരോഗ്യമുള്ളപ്പോഴാ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അതുകൊണ്ട് ആ സങ്കീർത്തകൻ പറഞ്ഞ 63:4, ഞാൻ കൈകൾ ഉയർത്തി അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. കൈകൾ ഉയർത്തുന്ന അടുത്തിരിക്കുന്ന വ്യക്തി കാണാനല്ല, എനിക്ക് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന കരങ്ങൾ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നത്. അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ വേണ്ടി എൻ്റെ കരങ്ങൾ. നമ്മളൊക്കെ തലയുടെ മുകളിൽ പോലും അല്പസമയം കരങ്ങൾ ഉയർത്തിയില്ല. കാരണം കൈമുട്ട് വേദനയുണ്ട്, കരം ഉയർന്ന് നിൽക്കത്തില്ല, യോയൻ്റുകൾക്ക് വേദനയുണ്ട്. പ്രിയപ്പെട്ടവരെ, ജോബിൻ്റെ പുസ്തകം 11:13 ജോബ് പറഞ്ഞു, ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് കരങ്ങൾ ഉയർത്തുന്ന സ്തുതിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. കാരണം ജോബിന് പറ്റുന്നില്ല, ജോബ് കുഷ്ഠം ബാധിച്ച് കിടക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 1 തിമോഥെയോസ് 2:8 വായിക്കുന്നു, കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 17:11 ഇസ്രായേലിന്റെ യുദ്ധത്തിന് പുറപ്പെട്ടോ മോശ അഹരോനും ഹൂറും മലയുടെ മുകളിൽ കയറി മോശ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. ആ സമയം ഇസ്രായേൽ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരുന്നു. മോശയുടെ കരങ്ങൾ താണു നിന്നപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. കാരണം മോശ ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകനാണ്. നമ്മളെല്ലാവരും തിരഞ്ഞെടുത്തവരാണ്. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, ബന്ധനത്തിൽ നമുക്ക് വിടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, കടബാധ്യത കെട്ടുകൾ പൊട്ടണമെന്നുണ്ടെങ്കിൽ, ജോലി തടസ്സങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ, വിവാഹ തടസ്സം മാറണമെന്നുണ്ടെങ്കിൽ, ദൈവം തന്ന 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒറ്റ വിളി വിളിക്കുന്നു, യേശുവേ. ആദരം തുറന്നു വിളിക്കുന്നു, യേശുവേ, 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 യേശുവേ. വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, കർത്താവിന്റെ നാമത്തിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതരം തുറന്നു പ്രാർത്ഥിക്കുക മക്കളെ. കൈമുട്ട് വേദനയൊന്നും കർത്താവ് തന്ന കരങ്ങളാ. ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കുക. ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് സ്തുതിക്കുക. നാവിനെ വിട്ടുകൊടുത്ത് സ്തുതിക്കുക. കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച്, യേശുവേ, നീ എൻ്റെ പ്രാണനാഥൻ. എല്ലാവരും പാടി പ്രാർത്ഥിക്കുക. ഹൃദയത്തിലേക്ക് കർത്താവിന്റെ ശക്തി നിറയട്ടെ. ഹൃദയത്തിൽ വിശുദ്ധി നിറയട്ടെ. ഹൃദയം മറ്റെല്ലാത്തിനേക്കാളും കാപട്യമുള്ളതാണെന്നാ വചനം പഠിപ്പിക്കുക. നീ എൻ ദൈവം. ആരാധിക്കാം പൂർണ്ണ ഹൃദയത്തോടെ. എന്റെ സങ്കടങ്ങളിലേക്ക് കടന്നു വേണമേ ഈശോയെ. ഒത്തിരി വേദനകളുണ്ട് കർത്താവേ. ഈശോയെ, ഈശോ, ഓ കർത്താവേ, ഒരു പുതിയ അഭിഷേകം തരണമേ. ഒരു പുതിയ കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. പൂർണ്ണ ഹൃദയത്തോടെ നെഞ്ചുപൊട്ടി വിളിക്കാം. കർത്താവേ, യേശുവേ, സർവ്വ
ഹൃദയം ചൊരിഞ്ഞു കൊടുക്കാം. ഹൃദയം കർത്താവിന് കാണിച്ചു കൊടുക്കാം. യേശുവേ, ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ വേദനകള്, നൊമ്പരങ്ങള്, എൻ്റെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, എൻ്റെ അശുദ്ധി നിറഞ്ഞ ജീവിതം കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കട്ടെ. മത്തായി ദിവസം 11, 28, 29 അധ്വാനകരും ഭാരം വയ്ക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരുപാട് ആശ്വാസത്തിന് വേണ്ടി ഓടുന്നവരാ നമ്മൾ പലയിടങ്ങളിലും പലയിടത്തും. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ആശ്വാസം കണ്ടെത്തേണ്ടത്. ദൈവവചനം ഹൃദയത്തിലുള്ള വ്യക്തിക്ക് ആശ്വാസമുണ്ട്. ഈശോയുടെ വചനം ഹൃദയത്തിലുള്ള വ്യക്തിക്ക് സമാധാനമുണ്ട്, അവന് സന്തോഷമുണ്ട്, അവന് പ്രത്യാശയുണ്ട്. അവൻ നിരാശപ്പെടുത്തില്ല. റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ഉള്ളൂ. യോഹന്നാൻ 14:27 ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്ന ലോകം തരുന്ന പോലെയല്ല. ലോകം തരാത്ത സമാധാനം യേശുവിൻ്റെ കയ്യിലാണ് ഉള്ളത്. നമ്മളൊക്കെ പറയല്ലേ, ഒരു സമാധാനം എനിക്കില്ല, എൻ്റെ കുടുംബത്തിനൊരു സമാധാനമില്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവില്ല. ക്രിസ്തുവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ സമാധാനം തേടിപ്പോവുക, ആശ്വാസം തേടിപ്പോവുക. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ അംഗീകരിക്കുന്നില്ല, ആരും എന്നെ പരിഗണിക്കുന്നില്ല. യെശയ്യാ 43:4 വളരെ വ്യക്തമായി യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പിതാവ് സംസാരിച്ചു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കനും അമൂല്യനുമാണ്. സങ്കീർത്തനം 27:10 കർത്താവ് പറഞ്ഞു, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പനും ഉപേക്ഷിച്ചു, അമ്മ ഉപേക്ഷിച്ചു, സഹോദരങ്ങൾ ഉപേക്ഷിച്ചു, ഭർത്താവ് ഉപേക്ഷിച്ചു, മക്കൾ ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കണം പ്രിയപ്പെട്ടവരെ, എങ്കിലേ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ, ദൈവത്തിൻ്റെ പരിഗണന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ. വെളിപാട് 21:4 നിന്റെ മിഴികളും ഞാൻ കണ്ണുനീർ തുടച്ചു മാറ്റും. ഒരുപാട് കണ്ണുനീരില്ലേ, ഒരുപാട് സങ്കടങ്ങളില്ലേ, ഒരുപാട് വേദനകളില്ലേ, ആകുലതയുണ്ട്, ടെൻഷനുണ്ട്. നാളെ എന്തായി തീരും, മേടിച്ച കടം കൊടുക്കാൻ പറ്റുന്നില്ല, നല്ലൊരു ജോലിയില്ല, വരുമാന മാർഗങ്ങളെല്ലാം പോയി. എല്ലാം നമുക്ക് കർത്താവിന് കൊടുക്കാം. കർത്താവിൻ്റെ കയ്യിലുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് ആവശ്യമായതെല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ട്. മത്തായി 6:8 നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ പിതാവിനറിയാം. നമ്മൾ ചോദിക്കുക പോലും വേണ്ട. ഒരപ്പനെന്ന നിലയിൽ മക്കൾക്ക് ആവശ്യമായത് എന്താണെന്ന് പിതാവിനറിയാം. നമ്മുടെ എല്ലാ വേദനകളും, നൊമ്പരങ്ങളും, ഭാരങ്ങളും, ഒറ്റപ്പെടലും, അവഗണനകളും, നിന്ദനങ്ങളും, വിദ്വേഷവും, വെറുപ്പും, പ്രതികാര ചിന്തകളും, ദേഷ്യവും, നീരസവും എല്ലാം കർത്താവിന് കൊടുത്തുകൊണ്ട് ഈ കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി വിളിക്കുന്നു, യേശുവേ. ഹൃദയം നുറുങ്ങി വിളിക്കുക, ഹാല 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 ഹാല. കർത്താവെ ചേർത്ത് പിടിക്കണമേ കർത്താവെ. കർത്താവ് എടുത്ത സ്നേഹത്താൻ തറയ്ക്കണമേ കർത്താവെ. സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ. മുറിവുകൾ ഏറ്റെടുക്കണമേ കർത്താവെ. മുറിവുകൾ തിരുമുറിവുകളാക്കി മാറ്റണമേ കർത്താവെ. എല്ലാ മക്കളും വിളിച്ച് പ്രാർത്ഥിക്കുക. കണ്ണടച്ച് ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് അതിരം തുറന്നു പ്രാർത്ഥിക്കുക. കർത്താവ്, ഭയപ്പെടേണ്ട മകളെ, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭയം കർത്താവ് എടുത്തു മാറ്റുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് മാറോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. എപ്പോഴും കണ്ണുനീര് വരുന്ന ഒരു മകളെ കർത്താവ് ഏറ്റെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. ഈ സമൂഹത്തിൽ 13 മക്കളെ വിശ്വാസം കർത്താവ് വർദ്ധിക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, യേശുവേ. അതിരം തുറന്ന് വിളിക്കുക, ശക്തിയോടെ വിളിക്കുക. ഹാല 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 ഹാല. യേശുവേ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടച്ച് ഞാൻ നിന്റെ കൂടെയുണ്ട് മകളെ, മകനെ. യേശുവേ.
ഏറ്റെടുക്കണമേ കർത്താവേ. ഞാൻ നിന്റെ ദൈവമല്ലേ. എന്തിനാ ഇങ്ങനെ ജീവിതം ചിന്തിച്ച് മകളെ കർത്താവ് കാണുന്നു. ഓ കർത്താവേ, ഞാൻ നിന്റെ കൂടെയില്ലേ. യേശുവേ, ഞാൻ നിന്റെ യേശുവേ, കൂടെയില്ലേ. കണ്ണുകളടച്ച് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളെ കർത്താവ് കാണിച്ചു കൊടുക്കാം. 147 സങ്കീർത്തനം 3 വായിക്കുന്നു, ഹൃദയം തകർന്നവരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അവിടെ മുറിവുകളെ അവിടെ നിന്ന് ഏറ്റെടുക്കുന്നു. ഒറ്റപ്പെട്ടു, അവഗണിച്ചു, മാറ്റി നിർത്തി, സ്നേഹം കിട്ടിയില്ല, പരിഗണന കിട്ടിയില്ല, അംഗീകാരം കിട്ടിയില്ല. ഇപ്പോഴും ഒറ്റപ്പെടുത്തലും അവഗണനം. എൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ മക്കളെന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ സഹോദരങ്ങളെന്നെ മനസ്സിലാക്കുന്നില്ല. ഒരമ്മയെ പോലെ നിന്നെ ആശ്വസിപ്പിക്കുന്ന ചെയ്ത് കർത്താവേ, ആശ്വാസം എൻ്റെ ഉള്ളിൽ നിറയട്ടെ. ഒരുപക്ഷെ ക്ഷമിക്കാൻ പറ്റുന്നില്ല, മുറിപ്പെടുത്തിയ ഒത്തിരി വാക്ക് എൻ്റെ ഹൃദയത്തിലുണ്ട് കർത്താവേ. നിസ്സംഗതയാണ്. വിലാപം 3:19 എൻ്റെ അലച്ചിൽ ഓർമ്മ കൈപ്പേറി വിഷമം എൻ്റെ ഉള്ളിലുണ്ട്. ഒരു കാര്യം എനിക്ക് പ്രത്യാശ തരുന്നു, കർത്താവിൻ്റെ സ്നേഹം അസ്തമിക്കുന്ന അവിടുത്തെ കാരുണ്യവും. എല്ലാവരോടും ദേഷ്യം, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, പ്രതികരിക്കുന്ന സ്വഭാവം, എല്ലാവരോടും ദേഷ്യമാണ്, ശാന്തതയില്ലാത്ത അവസ്ഥ, റിയാറ്റിയും. ഈശോയെ, സങ്കീർത്തനം 46:10 അവിടുന്ന് പറഞ്ഞല്ലോ, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയാം. മനസ്സിന് ശാന്തതയില്ല കർത്താവേ. ഒത്തിരി മുറിവുകളുണ്ട്. എല്ലാവരും ചിരിക്കുമ്പോൾ ചിരിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്തിനെ ഓർത്താ ശ്രദ്ധിക്കുക, എന്തിനെ ഓർത്താ സന്തോഷിക്കുക. യേശുവേ, അങ്ങയുടെ സന്തോഷവും സമാധാനവും എൻ്റെ ഹൃദയത്തിൽ നിറയട്ടെ. എൻ്റെ മനസ്സിനേറ്റ മുറിവുകളെ ഇവിടുന്ന് സുഖപ്പെടുത്തണമേ. ബോധമനസ്സ്, ഉപബോധ, സമബോധ മനസ്സിലേറ്റ എല്ലാ മുറിവുകളെയും. പെട്ടെന്ന് സങ്കടം വരും, ആവശ്യമുള്ളതിനൊന്നും കരയല്ല, ആവശ്യമില്ലാത്തതിനൊക്കെ കരയും. കണ്ണുനീരുണ്ട് കർത്താവേ. യേശുവേ, യേശുവേ, ശുശ്രൂഷയിൽ ആരും എന്നെ പരിഗണിക്കുന്നില്ല, എപ്പോഴും ഒറ്റപ്പെടുത്തല്, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. യേശുവേ, എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? ഇനി മരിച്ചേക്കാന്ന് പോലും ചിന്തിച്ച മക്കളുണ്ട്. അടിക്കടിക്ക് രോഗം, എത്രയെല്ലാം മരുന്ന് മേടിച്ചിട്ടും മാറുന്നില്ല. ഈശോയെ, സഹനങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തിരുവചനത്തിലൂടെ സംസാരിച്ചല്ലോ അങ്ങ്. 120 സങ്കീർത്തനം 1 കഷ്ടതര നാളുകളിൽ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. റോമാക്കാർക്ക് 8:18 വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനഞ്ഞപ്പോൾ ഇന്നത്തെ കഷ്ടത നിസ്സാരമാണ്. മത്തായി 5:11 എന്നെ പ്രതി മറ്റുള്ള നിങ്ങൾ അവഗണിക്കും, എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കും. പറ്റുന്നില്ല കർത്താവേ, ഒത്തിരി മുറിവുകളുണ്ട്, എല്ലാം കാണിച്ചു കൊടുക്കാം. മനസ്സിനേറ്റ എല്ലാ മുറിവുകളെയും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ബോധമനസ്സ്, ഉപബോധമനസ്സ്, അപബോധത്തിന് എല്ലാ മുറിവുകളെയും കർത്താവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് കർത്താവ് ഇപ്പോൾ ഏറ്റെടുക്കുന്ന നിമിഷമാണ്. മത്തായി 8:17 നമ്മുടെ ബലഹീനതയെ ഏറ്റെടുത്തത്, നമ്മുടെ മുറിവുകൾ, രോഗങ്ങളാണ് വഹിച്ചത്. ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റപിടി, യേശുവേ, അധരം തുറന്ന് ചങ്ക് പൊട്ടി വിളിക്കുക. ഓ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക.
എൻ്റെ ഇന്നലകളിലേക്ക്, എൻ്റെ ഇന്നലെയേറ്റ മുറിവുകളിലേക്ക് യേശുവേ സൗഖ്യമായി ഈ നിമിഷം കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേകം മക്കളെ കർത്താവ് ചേർത്ത് പിടിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കമന്ന് കടന്ന് കരഞ്ഞ് എനിക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് തലേനെ കണ്ണുനീര് വീഴ്ച 2 മക്കളെ കർത്താവ് കാണുന്നു. കർത്താവ് ചേർത്ത് പിടിക്കുന്നു, യേശുവേ എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുതിയ വഴികൾ തുറന്നു തരുന്നു. വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന 2 മക്കളുടെ ജോലി തടസ്സം എടുത്തു മാറ്റി കർത്താവ് ജോലി നൽകി അനുഗ്രഹിക്കുന്ന സന്ദേശം തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മകന് പുതിയ വഴികൾ കർത്താവ് തുറക്കുന്നു. എന്തോ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ആ വഴികൾ കർത്താവ് തുറന്നു കൊടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ. കണ്ണുകൾ തുറന്ന് ഈശോയ്ക്ക് നോക്കി, കരങ്ങൾ മടി തളർത്തിയിട്ട് യേശുവേ ആന്തരിക മുറിവുകൾ സുഖപ്പെട്ടിട്ട് കർത്താവ് യേശുവേ മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനെ, നീ എന്നെ ആശ്രയം. എല്ലാവരും എന്നെ പിരിഞ്ഞപ്പോ കരഞ്ഞപ്പോൾ നീ ആശ്വാസധാരയായി വന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിലായിരിക്കുന്ന ജീവിത പങ്കാളി, മക്കൾ, നമ്മളായിരിക്കുന്ന ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. ചെയ്യുന്ന ജോലി, വരുമാന മാർഗങ്ങൾ എല്ലാം കർത്താവിനെ നമുക്ക് സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. 121 സങ്കീർത്തനം 8 വാക്യം, എൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും ഞാൻ കാത്തുകൊള്ളും. അടിയുറച്ച് വിശ്വസിക്കുക. നിയമാവർത്തന പുസ്തകം 28 അധ്യായം 6 വാക്യം, സകല പ്രവർത്തികളിലും നീ അനുഗ്രഹമാവും. ഒരു പ്രവൃത്തിയിലല്ല, സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹമാവും. നിയമാവർത്തനം 28:12, കടബാധ്യതയുള്ളവർ ഓർത്ത് പ്രാർത്ഥിക്കുക. നീ അനേകം ജനതകൾക്ക് കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. നമ്മളിലുള്ള കടങ്ങളുണ്ട്, ലക്ഷങ്ങൾ കടമുള്ളവരുണ്ട്, കടബാധ്യതയിൽ തകർന്നു പോയവരുണ്ട്, വീടും സ്ഥലവും വിറ്റവരുണ്ട്, വീടും സ്ഥലം വിൽക്കാനുള്ളവരുണ്ട്, ബിസിനസ് സംബന്ധമായ മേഖലയുണ്ട്, പഠിക്കുവാനായിട്ട് ലോൺ എടുത്തവരുണ്ട്, ലോണ് തിരിച്ചടിക്കാൻ പറ്റാത്തവരുണ്ട്. അവരെല്ലാം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 2 അധ്യായം 7 വാക്യം, എല്ലാ ജനതകളെ ഞാൻ കുലുക്കും, എല്ലാ ജനതകളെ അമൂല്യനിധി ഇങ്ങോട്ട് വരും. കണ്ടോ, എല്ലാ ജനതകളെയും ഞാൻ കുലുക്കും. നമുക്കായിട്ട് പല ജനതകളെയും കർത്താവ് നിർത്തിയിട്ടുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വചനം പറയുമ്പോൾ 35 ലക്ഷം രൂപ കടമുള്ള ഒരു സഹോദരൻ കുടുംബം, 35 ലക്ഷം രൂപ ബാങ്കിൽ അടച്ചില്ലെങ്കിൽ അവർക്ക് ജപ്തിയാണ്. പാലാ ടൗണിലാണ്. എന്നാൽ ഈ വചനം വാട്സാപ്പിൽ ഇട്ട് കൊടുത്തു. ഭാര്യയും ഭർത്താവും വചനം എടുത്ത് വെച്ച് വായിച്ചതിൻ്റെ ഫലമായിട്ട് അവർ വിളിച്ചു പറയുകയാണ്, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ആ 35 ലക്ഷം രൂപ ഇപ്പോൾ ആ ബാങ്കിൽ അടയ്ക്കാം, അത് പിന്നീട് കുറേശ്ശെയായിട്ട് കൊടുത്താൽ മതി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, വചനം കടന്നു ചെന്നപ്പോൾ ആ ലക്ഷങ്ങളുടെ മേൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. തോബിത്തിൻ്റെ പുസ്തകം
അതിൻ്റെ 4-ാം അധ്യായം 21-ാം വാക്യം. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നാൽ ആദ്യം വേണ്ട, ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും പാപം ഉപേക്ഷിക്കുകയും ദൈവത്തിന് പ്രീതികരം അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾ ഈ വചനത്തിൻ്റെ ശക്തി കടന്നു വരുന്ന അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ സാമ്പത്തിക കടബാധ്യ പോകുന്ന ബ്ലേഡ് മേടിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വേദനിക്കുന്ന സ്ഥലവും പെരയും വിറ്റ് ഒരുപാട് മക്കൾ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്ഥലവും പെരയും വിറ്റുക പോലും തീരുകയില്ല, തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ബാങ്ക് ലോണുള്ള മക്കളിലേക്ക് ദൈവം വചനം കടന്നു ചെന്ന് അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഈ കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി വിളിക്കുന്നു, ശക്തിയോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില ജോലി തടസ്സങ്ങൾ, എത്രയെല്ലാം പരിശ്രമിച്ച് ജോലി കിട്ടുന്നില്ല, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല, വിസ വരുന്നില്ല, ചില തടസ്സങ്ങൾ. 121-ാം സങ്കീർത്തനം 1 മുതൽ 8 വരെ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനമുണ്ട്. എൻ്റെ മോളും 4 പ്രാവശ്യം OIT പരീക്ഷ എഴുതി തോറ്റുപോയെങ്കിൽ ആ കൊച്ചു വചനം വായിച്ച് 5-ാമത്തെ പ്രാവശ്യം ജയിച്ച് ഇന്ന് UK പോയതിൻ്റെ കാരണം ഇതാ, ആ വചനം വായിച്ചപ്പെടാ. എൻ്റെ മോനും അങ്ങനെ പോയേ. 45ഓളം രാജ്യങ്ങളിൽ ഇന്ന് ജോലി കിട്ടി. 567ഓളം പേർക്ക് ജോലി കിട്ടിയ ഒരു വചനമാണ് സങ്കീർത്തനം 121 1 മുതൽ 8 വരെ. നമുക്കൊക്കെ സാധിക്കും. 2 കരങ്ങളും ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. പുതിയ ബിസിനസ് മേഖലയ്ക്ക് വഴി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആ വചനം ഒന്ന് ഏറ്റു പറയുന്നു, ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. 2 കരങ്ങൾ ഉയർത്തി ജോലി തടസ്സങ്ങൾ മാറാൻ, ജോലി തടസ്സങ്ങൾ കെട്ടുകൾ അഴിയാൻ, വിസയുടെ തടസ്സം മാറാൻ, അതെ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യുവാൻ 2 കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, യേശുവേ. ശക്തിയോടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഒത്തിരി മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഇവിടെ ഈ ദിവസങ്ങളിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്, സിസ്റ്റേഴ്സ് ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൗൺസിൽ ശുശ്രൂഷ, മറ്റെല്ലാം ശുശ്രൂഷകളുമുണ്ട്. അപ്പോൾ ഇവിടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരെയും നിയോഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഫിലിപ്പിയുടെ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. വരുന്ന ശനിയാഴ്ച നടക്കുന്ന വൺ ഡേ കൺവെൻഷൻ, അതുപോലെ ഇവിടെ നടക്കുന്ന എല്ലാ ധ്യാനങ്ങളെ പ്രത്യേകമായി നമുക്ക് സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ശുശ്രൂഷ മേഖലയിലും ഈ കാലഘട്ടത്തിന് ഒരു അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട മക്കളെ സമർപ്പിച്ച് ജോബ് 42:10 ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിനുണ്ടായിരുന്നെല്ലാം ഇരട്ടിയായി ദൈവം കൊടുത്തു. 2 കരങ്ങൾ നന്നായി ഉയർത്തി. ഒരുപക്ഷെ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നമ്മളോടും പ്രാർത്ഥിക്കണമെന്ന് ഒരുപാട് മക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ ഒരുപാട് മനുഷ്യർ വിദേശത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതരം തുറന്ന്, അതരം തുറന്ന്, അതരം തുറന്ന് ശക്തിയോടെ കർത്താവേ, അസിസി നടക്കുന്ന ധ്യാനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ധ്യാനമംഗത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ധ്യാന ഗുരുക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആത്മായ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ 2 കരങ്ങളും നിങ്ങളുടെ ശിരസിൽ വെക്കുക. കണ്ണുകൾ അടയ്ക്കുന്നു. നിങ്ങളെ രോഗങ്ങൾ കർത്താവിനെ കാണിച്ചു കൊടുക്കുക. വർഷങ്ങളായ തലവേദന, നടുവിൻ്റെ വേദന, കൈകാല് വേദന, കൈമുട്ടുവേദന, അൾസർ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസം മുട്ടൽ, വലിവ്, ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് സംബന്ധമായ അസുഖങ്ങൾ, ചെറുകുടൽ, വൻകുടൽ സംബന്ധമായ രോഗങ്ങൾ, ആമാശയ സംബന്ധമായ രോഗങ്ങൾ, കരൾ സംബന്ധമായ രോഗങ്ങൾ, ക്രിയാറ്റിൻ കൂടുക, ഷുഗർ, കൊളസ്ട്രോൾ, എന്ത് തന്നെ രോഗമായിക്കോട്ടെ. നിയമാവർത്തന പുസ്തകം 7:15 കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും.
ആ വചനം ഒന്ന് എല്ലാവരും ഏറ്റു പറയാം. കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന്, ഉറക്കെ പറയാം, കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ ഇടയിൽ എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. എല്ലാ രോഗങ്ങളും കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. ഒരിക്കൽ കൂടി, കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ ഇടയിൽ എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. ലൂക്ക 5:17 ഏറ്റു പറയാം. രോഗികളെ സുഖപ്പെടുത്താൻ തക്കവണ്ണം കർത്താവിന്റെ ശക്തി അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഇതാ ദിവ്യകാലത്തില് രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തിയുണ്ട്. ആ വചനം വന്ന് എല്ലാവരും ഉറക്കെ പറയുന്നു. രോഗികളെ സുഖപ്പെടുത്താൻ തക്കവണ്ണം രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിന്റെ ശക്തി അവന്റെ മേലുണ്ടായിരുന്നു. രോഗികളെ സുഖപ്പെടുത്താൻ തക്കവണ്ണം കർത്താവിന്റെ ശക്തി അവന്റെ മേലുണ്ടായിരുന്നു. എല്ലാവരും രോഗികളെ സുഖപ്പെടുത്താൻ തക്കവണ്ണം കർത്താവിന്റെ ശക്തി അവന്റെ മേലുണ്ടായിരുന്നു. എല്ലാവരും ഏറ്റു പറയാം. വർഷങ്ങളായ തലവേദന, നടുവിന്റെ വേദന, കൈകാല് വേദന, ശ്വാസം മുട്ടല്, വലിവിന്റെ രോഗം, ആമാശ സംബന്ധമായ രോഗങ്ങള്, കരള് സംബന്ധമായ രോഗങ്ങള്, ചെറുകുടല് സംബന്ധമായ രോഗങ്ങള്, വൻകുടല് സംബന്ധമായ രോഗങ്ങള്, അലർജി രോഗങ്ങൾ, കൈമുട്ടുവേദന, കാൽമുട്ടുവേദന, കൈകാലുകള് വേദന, സന്ധിവാത രോഗങ്ങൾ, കർത്താവേ ഈ നിമിഷം സുഖപ്പെടുത്തണമേ. രോഗികളായി കടന്നു വന്നിട്ടുള്ള എല്ലാ മക്കളെയും യേശുവേ യേശുവേ സുഖപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഇരു കരങ്ങളെ ശിരസിൽ വെച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും അതരം തുറന്ന് ഒറ്റ വിളി. യേശുവേ നിങ്ങളുടെ രോഗങ്ങളിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ 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 യേശുവേ. മരിച്ചിൽ ആശ്രയം ഉറപ്പിച്ച് അന്ധന് കാഴ്ച നൽകി, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, തറവാത രോഗിയെ സുഖപ്പെടുത്തി, രക്തസ്രാവക്കാരെ സുഖപ്പെടുത്തി. യേശുവേ ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ തുറന്ന് ഒരൊറ്റ വിളി ആശീർവാദം സ്വീകരിക്കുവാൻ ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി. യേശുവേ മുട്ടുമേൽ നിന്നുകൊണ്ട് കരങ്ങൾ ഈ സ്വർഗത്തിലേക്ക് ഉയർത്തി വിളിക്കുന്നു. ഞങ്ങളെ ആശ്രവദിക്കണമേ, ഈ ആലയത്തെ ആശ്രവദിക്കണമേ, ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷനെ ആശ്രവദിക്കണമേ. ഇരു കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു.